ഒരാളെ ഇത്രയും ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇത് ഇവർ വീണ്ടും ഇതേപോലെ പബ്ലിക് ബുള്ളിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളവർക്കെതിരെ ഞാൻ എന്തായാലും സൈബർ ബുള്ളിങ്ങിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. PK ഫിറോസിനെ എനിക്കറിയില്ല, വസീഫ് എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല, രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മളെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. ഒരു യുവതി ബസ്സിൽ യാത്ര ചെയ്യുന്നു, അത് വണ്ടി സ്റ്റോപ്പ് നിർത്താൻ പറയുന്നു, എന്നാൽ നിർത്തുന്നില്ല. അതിനിടെ പ്രകോപിതയായിട്ട് ചില്ലടിച്ച് തകർക്കുന്ന രീതിയിലേക്ക് അടക്കം യുവതി പോകുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ ആ സ്ത്രീ നമ്മളൊപ്പം ചേരുന്നുണ്ട്. യുവതിയാണ്, മുംതാസ് എന്നാണ് പേര്. അപ്പോൾ അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാനിവിടുന്ന് കോട്ടക്കൽ നിന്നാണ് ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. ബസ് കയറി കോഴിക്കോടേക്ക് ബസ് കയറിയ സമയത്ത് ടിക്കറ്റ് കോഴിക്കോടേക്ക് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് മിംസിൻ്റെ അടുത്ത് കുറച്ച് എത്തുന്നതിൻ്റെ മുന്നേ ലുലുവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് നിർത്തി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എമർജൻസി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അവർ കേട്ടില്ല. നിർത്തി തരാൻ പറ്റില്ല, സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ മിംസിൻ്റെ അവിടെ സ്റ്റോപ്പിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു ഇതേപോലെ പറ്റില്ല, നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. പിന്നീട് ഞാൻ അവരുടെ അടുത്ത് എനിക്കിപ്പോൾ ഇറങ്ങണം എന്ന് അത്രയും പറഞ്ഞിട്ടും കേൾക്കാത്ത സമയത്ത് ഇനി എനിക്ക് എമർജൻസി യൂസ് ചെയ്യാണ്ട് ഒരു വഴിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് ആ ഒരു ടെൻഷൻ സമയത്ത് ഉണ്ടായിപ്പോയിട്ടുള്ളൊരു സംഭവമാണ്. അവർ പറയുന്നത് സ്റ്റോപ്പില്ല എന്നുള്ളതാണോ അതോ വേറെ എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഇവിടെ നിർത്തി തരാൻ പറ്റില്ല, ഇവിടെ സ്റ്റോപ്പില്ല, എന്ത് പറഞ്ഞാലും എന്തായാലും ഇവിടെ നിർത്താൻ പറ്റില്ല. ഇത് ചെറുവണ്ണൂർ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പുള്ളത് കോഴിക്കോടാണ്, അവിടെ അല്ലാണ്ട് വേറെ സ്റ്റോപ്പ് നമുക്കില്ല, ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ തവണ പറയുകയും ചെയ്തു, എന്നിട്ടും നിർത്തി തന്നില്ല. ലാസ്റ്റ് അവസാന മാർഗമായിട്ടാണോ ചില്ലടിച്ച് പൊട്ടിക്കുന്ന രീതിയിലേക്ക് പോയത്? അതെ, ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇതിപ്പം ഞാൻ ഒന്നാമത് ഒറ്റക്കാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ നമ്മളടുത്ത് ഈ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരു ടൈമിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പെട്ടെന്ന് വന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പറ്റിപ്പോയതാണ്. ഇതിപ്പോൾ എന്നാണ് ശരിക്കും ഈ സംഭവം ഉണ്ടാവുന്നത്? കാര്യം ഇന്നലെയാണ് വീഡിയോ വൈറലാവുന്നത്. അപ്പോൾ എന്നാണ് ശരിക്കും ഈ സംഭവം ഉണ്ടായത്? കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇത് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഡാമേജ് കോസ്ഡ് ആയിട്ടുള്ളതിനുള്ള ഫെയർ എമൗണ്ട് നമ്മൾ പേ ചെയ്തു. അവരുടെ സൈഡിൽ നിന്ന് കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ള രീതിയിലും എൻ്റെ സൈഡിൽ നിന്ന് കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ള രീതിയിലും അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്നലെയാണിത് വേറെ ഒരു പ്രൈവറ്റ് ബസ് എന്നുള്ള പേജിലൂടെ വീഡിയോ വൈറലാവുന്നത്. അതിന് മുന്നേ ഇതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിട്ടുള്ള വേറെ ഏതോ ഒരു അക്കൗണ്ടിലാണ് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു. ആ വീഡിയോയിൽ എൻ്റെ ഫേസ് ബ്ലേർഡ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ശേഷം വന്നിട്ടുള്ള ഈ പ്രൈവറ്റ് ബസ്സിൽ ഇത് ഫേസ് റിവീൽ ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ട് ബാക്കിയുള്ള എല്ലാ ചാനലും ഇത് ഏറ്റെടുത്തു. ഭയങ്കരമായിട്ട് പബ്ലിക് ഹരാസും ചെയ്തു. വീഡിയോ വൈറലായതിനു ശേഷം വലിയ രീതിയിലുള്ള മോശം കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള അടക്കമുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാനിതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി ആയിട്ട് ഞാൻ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഒരു സൈഡിൽ നിന്ന്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ ഇവർക്കെതിരെയോ ആർക്കെതിരെയോ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സാധനം ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യുന്നത് ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, ബാഗ്, ഇതിനൊക്കെ പറ്റി പറഞ്ഞിട്ടാണ് ആൾക്കാർ ഓവറായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഹങ്കരിച്ചിട്ടാണ് ചെയ്തത്, അങ്ങനെയുള്ള രീതിയിലാണ് ജഡ്ജ് ചെയ്യുന്നത്. സാഹചര്യം അതിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായതൊന്നും അവർക്ക് വിഷയമല്ലാതെ ഒരു സ്ത്രീ ആണെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടാണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് പോലും വില വെക്കാണ്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം സോൾവ് ആയതിനു ശേഷം ഇപ്പോൾ 15-ാം തീയതിയാണ് വീണ്ടും കുത്തിപ്പൊക്കി വന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള മോട്ടീവ്? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതിൻ്റെ പിന്നിലുള്ള മോട്ടീവായിട്ട് ഇത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു യാത്രക്കാരനായിരുന്നു. അപ്പോൾ ഈ യാത്രക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. അയാൾ വളരെ മോശമായിട്ടാണ് ആ വീഡിയോ എടുക്കുന്ന സമയത്തും അതിൻ്റെ ശേഷമൊക്കെ അയാൾ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടുമില്ല. കൃത്യമായിട്ട് എനിക്ക് മുഖവും ഓർമ്മയില്ല, ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ അത് കഴിഞ്ഞും പോയി. പിന്നെ ഇയാളുടെ അടുത്തുനിന്ന് ഈ വീഡിയോ പോവാതെ ഇത് വേറെ സ്ഥലത്തോട്ടേക്ക് എത്തില്ല. അപ്പം ഈ ഒരു എൻ്റെ ഒരു കൺസെൻറ്റ് ഇല്ലാണ്ട് ഇത്രയും സ്ഥലത്ത് ഇത് പബ്ലിക് ഹ്യൂമിലിയേഷനും അതേപോലെ പബ്ലിക് ഹാരാസിങ്ങും ചെയ്തിട്ട് ഈ ഒരു കംപ്ലീറ്റ് നഷ്ടവും വന്നിട്ടുള്ളത് ഇപ്പോൾ എനിക്കാണ്. നമ്മളിതിൻ്റെ അപ്പോളജീസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം എനിക്ക് മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. ഇട്ട ആൾക്കാർക്കോ ബാക്കിയുള്ളവർക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അതും അവർ മനസ്സിലാക്കാണ്ടാണ് ഇപ്പം പെരുമാറുന്നത്. വീണ്ടും ഇപ്പം ഹാരാസ്മെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ നടപടികൾ? ഇനി വേറെ എല്ലാം
തീർന്നില്ലേ? വേറെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഇല്ല. ഞാനിപ്പം ഇത് ഇവർ വീണ്ടും ഇതേപോലെ പബ്ലിക് ബുള്ളിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളവർക്കെതിരെ ഞാൻ എന്തായാലും സൈബർ ബുള്ളിങ്ങിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരാളെ ഇത്രയും ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇവർ ഇതിൽ പലതുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ ഇട്ട കേസിനാണ് വേറൊരു സ്ത്രീനെ പറ്റിയിട്ടുള്ള കേസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അതും ഇതും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ള ഏതൊരു സാമാന്യ ബോധമുള്ള ആൾക്കാർക്കും മനസ്സിലാകും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ ഇപ്പം ഞാൻ ഇട്ടിട്ടല്ല ഇത് വൈറലായിട്ടുള്ളത്. ഇത് ബാക്കിയുള്ളവരിട്ടിട്ട് എൻ്റെ ഹ്യൂമിലിയേഷനാണ് നടക്കുന്നത്. ആ സമയത്ത് താങ്കളൊരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാര്യത്തിൽ എന്താണ്? എൻ്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി അവർ തന്നെ ഡിലീറ്റ് ആക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ യാതൊരുവിധ പ്രൂഫോ കാര്യങ്ങളോ എൻ്റെ കയ്യിൽ ഇനിയില്ല. ഈ ഒരു സംഭവം സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ വൈറലാകുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൈബർ ബുള്ളിങ് നടക്കുന്നതും എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മി പ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.